ഹലോ, നമ്മൾ ഇന്ന് ഡ്രസ്സിൽ ഹാൻഡ് എംബ്രോയ്ഡറി തുന്നണ വീഡിയോ ആണ് ചെയ്യണത്. നമ്മളുടെ പ്ലെയിൻ ആയിട്ടുള്ള ഏതെങ്കിലും കുർത്തിയിൽ നമുക്കിത് ചെയ്യാവുന്നതാണ്. ഞാനപ്പോൾ ആദ്യം തന്നെ ഡിസൈനൊന്ന് വരച്ചിട്ടുണ്ട്. നമ്മളുടെ നെക്കിൻ്റെ ഭാഗത്താണ് ചെയ്യണത്. നെക്കിൻ്റെ തൊട്ട് താഴെയായിട്ട് നടുക്കിലായിട്ട് ചെറുതും വലുതുമായിട്ട് കുറച്ച് റൗണ്ട് ഷേപ്പിൽ വരച്ചിട്ടുണ്ട്. അത് നമ്മളുടെ പൂക്കളാണ് കേട്ടോ. പിന്നെ രണ്ട് സൈഡിലേക്കും സ്റ്റെം വരച്ചിട്ടുണ്ട്. ഷോൾഡറിൻ്റെ ഭാഗത്തേക്കായിട്ട് അതിൽ കുറച്ച് ഇലകളും വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ പ്രിൻ്റ് എടുത്തിട്ട് ട്രേസ് എടുത്ത് വരയ്ക്കുമോ അതല്ലെങ്കിൽ കൈ വെച്ചിട്ട് ഡയറക്റ്റായിട്ട് നമ്മളുടെ ഡ്രസ്സിൽ ആദ്യം തന്നെ ചോക്ക് വെച്ചിട്ടെങ്ങാനും വരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. ആദ്യം തന്നെ നമ്മൾ തുന്നിക്കൊടുക്കാൻ പോണത് നമ്മളുടെ ഇതിലത്തെ ആ റൗണ്ട് ഷേപ്പിലുള്ള പൂക്കളാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഡ്രസ്സിൽ റൗണ്ട് ഷേപ്പിൽ വരച്ചതിന് ശേഷം ഇതുപോലെ 5 ഡിവൈഡ് ചെയ്യാം. ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് നടുക്കിലും നമ്മളൊന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ 5 ഭാഗങ്ങളിലേക്കും ഇതുപോലെ ലൈൻസ് വരയ്ക്കാം. ഇതാണ് നമ്മൾ ആദ്യം തന്നെ ഡ്രസ്സിൽ വരച്ചെടുക്കേണ്ടത്. ഇനി ആ റൗണ്ടിൻ്റെ നടുക്കിൽ നിന്ന് നമ്മൾ സൂചി തുന്നുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മൾ 5 ഭാഗങ്ങൾ തിരിച്ചിട്ടില്ലേ, ആ ഓരോ ഭാഗങ്ങളിലേക്കും നടുക്കിൽ നിന്ന് നമ്മൾ ഇതുപോലെ തുന്നി കൊടുക്കുക. ഞാനിവിടെ എംബ്രോയ്ഡറി ത്രെഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരെണ്ണത്തിൽ 6 നൂലുകളുണ്ടാവും. നമുക്കിഷ്ടമുള്ള കളേഴ്സൊക്കെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഈ രീതിയിൽ നടുക്കിൽ നിന്ന് ഈ 5 പോയിൻറ്റിലേക്കും നമ്മളൊന്ന് തുന്നിക്കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നല്ല ടൈറ്റ് ചെയ്തിട്ട് തന്നെ ഒന്ന് തുന്നിക്കൊടുക്കുക കേട്ടോ. എംബ്രോയ്ഡറി തുന്നണ ഈ ഫ്രെയിം നമ്മൾ യൂസ് ചെയ്യണം. എങ്കിലാണ് നമ്മളുടെ തുണി ചുളിയാണ്ട് നമുക്ക് നല്ല നീറ്റായിട്ട് എംബ്രോയ്ഡറി തുന്നിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇതിങ്ങനെ 5 ലൈൻസ് നമ്മൾ തുന്നിയതിന് ശേഷം നമ്മൾ വീണ്ടും നടുക്കിൽ നിന്ന് തന്നെ സൂചി എടുക്കുക. ഇതുപോലെ എടുത്തിട്ട് നമ്മൾ ഈ ഓരോ ലൈൻസിൽ ഒന്നിടവിട്ട ലൈൻസിൻ്റെ അടിയിൽ കൂടെ നമ്മൾ ഈ സൂചി എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഈ രീതിയിൽ. ഇനി തൊട്ടടുത്തുള്ളത് നമ്മൾ വിടുക. എന്നിട്ട് അതിൻ്റെ തൊട്ടടുത്തുള്ളതിൻ്റെ താഴെ കൂടെ സൂചി ഇങ്ങനെ എടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് തുന്നി കൊടുക്കാനൊന്നുമില്ല. ഈ രീതിയിൽ സൂചി ഓരോരോ ലൈൻസിൻ്റെയും താഴെ കൂടെ, അതായത് ഒന്നിടവിട്ട ലൈൻസിൻ്റെ താഴെ കൂടെ ഇങ്ങനെ ചുറ്റി ചുറ്റി എടുക്കുകയാണ് നമ്മൾക്ക് ചെയ്യാനുള്ളത്. ഇതിങ്ങനെ ചുറ്റി ചുറ്റി ലാസ്റ്റ് ആവുമ്പോൾ നമ്മുടെ ഈ 5 ലൈൻസിൽ അത് കാണാണ്ടാവും. ആ ഒരു രീതിയിലാവണ വരെ നമ്മളിത് ചുറ്റി ചുറ്റി കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇതിപ്പോൾ ഏകദേശം പകുതി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതന്നെ കണ്ടിന്യൂ ചെയ്ത് പോവാം. ഒന്നിടവിട്ട ലൈൻസിൻ്റെ താഴെ കൂടെ നമ്മളിതിങ്ങനെ കോർത്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഏറ്റവും ലാസ്റ്റ് എത്തുമ്പോൾ നമ്മൾ സൂചി താഴേക്ക് എടുത്തിട്ട് താഴെ കെട്ടിട്ട് കൊടുക്കുക. ഈ രീതിയിൽ നമ്മൾ എല്ലാ ഫ്ലവേഴ്സും തുന്നിയെടുക്കുക. ഇതിലിപ്പോൾ ഇത് കണ്ടോ, 2 കളേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ 2 കളറിലുള്ള നൂലുകൾ എംബ്രോയ്ഡറി ത്രെഡ് തന്നെ നമ്മൾ സൂചിയിൽ കോർത്തിട്ട് ഈ രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. അപ്പോൾ ഇഷ്ടമുള്ള കളേഴ്സൊക്കെ യൂസ് ചെയ്ത് നമുക്ക് എവിടേക്കാണ് ഫ്ലവേഴ്സ് വേണ്ടത് അത് തുന്നിക്കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ സ്റ്റെമ്മ് തുന്നിക്കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഗ്രീൻ കളർ നൂലെടുത്തിട്ടുണ്ട്. നമ്മൾ എവിടെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അവിടെ ലൈൻ വരച്ച് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ താഴെ നിന്ന് ഇങ്ങനെ മുകളിലേക്ക് എടുക്കുക. ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് താഴേക്ക് വീണ്ടും എടുക്കുക. പിന്നെ അധികം ഗ്യാപ്പില്ലാത്ത രീതിയിൽ വീണ്ടും താഴെ നിന്ന് മുകളിലേക്ക് എടുത്തിട്ട് തുന്നി കൊടുക്കുക. ഈ രീതിയിൽ നമ്മൾ സ്റ്റെം ഫുള്ളായിട്ട് തുന്നി കൊടുക്കുക. എവിടെയൊക്കെ വേണമെന്ന് വെച്ചാൽ അവിടെയൊക്കെ തുന്നി കൊടുക്കുക. ഇനി ലാസ്റ്റായിട്ട് നമുക്ക് ലീഫ് തുന്നി കൊടുക്കാം. അതിനായിട്ട് ലീഫിൻ്റെ ഷേപ്പിൽ വരച്ചിട്ടുണ്ട്. ഏറ്റവും മുകളിൽ നിന്ന് നമ്മൾ താഴേക്ക് തുന്നി കൊടുക്കുക. അതിനുശേഷം ഈ ഒരു ഷേപ്പ് നമുക്ക് കിട്ടാനായിട്ട് നമ്മളിപ്പോൾ ഇതിൻ്റെ ഒരു സൈഡിൽ നിന്ന് ചെറിയ ഗ്യാപ്പുകൾ ഇട്ടതിന് ശേഷം നമ്മളിങ്ങനെ എല്ലാതും താഴേക്ക് ആ ഒരു പോയിൻറ്റിലേക്കാണ് നമ്മൾ തുന്നി കൊടുക്കുന്നത് കേട്ടോ. ഈ രീതിയിൽ നമുക്ക് ഏകദേശം ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ തുന്നി കൊടുക്കാം. അതായത് ഇപ്പോൾ അങ്ങനെ തുന്നി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക. എല്ലാതും നമ്മൾ താഴെ ഒരൊറ്റ പോയിൻറ്റിലേക്കാണ് ഇങ്ങനെ തുന്നി കൊടുക്കുന്നത്. ഈ രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. എല്ലാ ഗ്യാപ്പും ഫില്ല് ചെയ്യുന്ന രീതിയിൽ നമ്മൾ തുന്നി കൊടുക്കുക. ഇതിന് എവിടെയൊക്കെ നമുക്ക് ലീഫ് വേണോ ആ ഒരു സ്ഥലത്തൊക്കെ നമുക്ക് ഈ രീതിയിൽ തുന്നി കൊടുക്കാം. ഞാനിതിപ്പോൾ തുന്നി കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ കണ്ടോ, ഇത് നമ്മൾ സ്റ്റെമ്മ് തുന്നി അതേ രീതിയിൽ തന്നെ തുന്നിയെടുത്തിട്ടുള്ളതാണ്. ഇതിലിനി ചെറിയ ചെറിയ പൂക്കൾ പോലെ തുന്നി കൊടുക്കാം. ഫ്രഞ്ച് നോട്ട്സാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത്. അതിനായിട്ട് ഇതുപോലെ താഴെ നിന്ന് സൂചി എടുത്തിട്ട് സൂചിയിൽ ഇങ്ങനെ 2 പ്രാവശ്യം നൂല് ചുറ്റി കൊടുക്കുക. എന്നിട്ട് അതേ പോയിൻറ്റിൽ തന്നെ നമ്മൾ താഴേക്ക് സൂചി ഇറക്കി കൊടുക്കുക. ഇങ്ങനെ ടൈറ്റ് ചെയ്ത് ഒരു കൈ കൊണ്ട് പിടിക്കുക. എന്നിട്ടിങ്ങനെ ടൈറ്റ് ചെയ്ത് വലിക്കുമ്പോൾ കുഞ്ഞൊരു കെട്ട് പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. ഒരു പ്രാവശ്യം കൂടി ഞാനത് ചെയ്ത് കാണിച്ചു തരാണ്. താഴെ നിന്ന് സൂചി മുകളിലേക്ക് എടുക്കുക.
എന്നിട്ട് ഈ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് നമ്മളിത് വലിച്ചു പിടിക്കണം. അതിനുശേഷം സൂചിയിൽ 2 പ്രാവശ്യം ഒന്ന് ചുറ്റിയതിന് ശേഷം സെയിം പോയിന്റിൽ കൂടെ നമ്മൾ താഴേക്ക് എടുക്കുക. എന്നിട്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് വലിക്കുമ്പോൾ നമുക്ക് ഈ രീതിയിൽ കിട്ടിയിട്ടുണ്ടാവും. ഇതുപോലെ നമുക്കിപ്പോൾ ഒരെണ്ണം എന്നുള്ളത് 3 എണ്ണം ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ പൂക്കളുടെയൊക്കെ ഇടയിൽ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ പല കളേഴ്സ് യൂസ് ചെയ്ത് കുഞ്ഞു കുഞ്ഞ് കെട്ടുകളിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതാ ഇതിപ്പോൾ കുറച്ചൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ ചെറിയ പൂക്കൾ പോലെ നമുക്കത് ഫീൽ ചെയ്യും. ഈ രീതിയിൽ നമ്മൾ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്ത് തുന്നി കൊടുക്കുക കേട്ടോ. അങ്ങനെ നമ്മളിതെല്ലാം തുന്നിക്കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. 2 സൈഡിലേക്ക് ഇങ്ങനെ ഷോൾഡറിൻ്റെ ഭാഗത്തേക്കായിട്ട് ഇലകൾ ഇങ്ങനെ തുന്നിക്കൊടുത്തിട്ടുണ്ട്. നടുക്കിൽ കുറച്ച് പൂക്കളും തുന്നിക്കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിന്ന് പോവാണ്, വേറെ വീഡിയോ ആയിട്ട് വരാം. താങ്ക്